കേരളത്തിലേക്ക് ഉൾപ്പെടെ പച്ചക്കറി കൊണ്ടുവരുന്ന കോയമ്പത്തൂർ പച്ചക്കറി മാർക്കറ്റിനെ മാലിന്യ പ്ലാന്റിന് സമീപത്തേക്ക് മാറ്റാൻ DMK സർക്കാർ ശ്രമം. കോയമ്പത്തൂർ വെല്ലാലൂരിൽ 50 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാർക്കറ്റ് മാറ്റാനാണ് ശ്രമം നടക്കുന്നത്. എന്നാൽ പച്ചക്കറി മാർക്കറ്റിനേക്കാൾ ബസ് സ്റ്റാൻഡ് തന്നെയാണ് തങ്ങൾക്ക് പ്രധാനമെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. ദിവസവും 1200 ടണ്ണോളം മാലിന്യമെത്തുന്ന വെല്ലലൂർ മാലിന്യ പ്ലാന്റിന് സമീപത്തേക്കാണ് കോയമ്പത്തൂർ പച്ചക്കറി മാർക്കറ്റും ലോറിപ്പേട്ടയും മാറ്റാൻ DMK സർക്കാർ ശ്രമിക്കുന്നത്. 2019-ൽ ADMK സർക്കാർ വെല്ലാലൂരിലെ 67 ഏക്കർ ഭൂമിയിൽ 50 കോടി രൂപ ചെലവിൽ കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയതോടെ കെട്ടിട നിർമ്മാണം നിർത്തിവെച്ച സ്റ്റാലിൻ സർക്കാർ ആ കെട്ടിടത്തിലേക്കാണ് ലോറിപ്പേട്ടയും പച്ചക്കറി മാർക്കറ്റും മാറ്റാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത് മാലിന്യ കൂമ്പാരമായതിനാൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത് ദോഷം ചെയ്യും എന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരളത്തിലേക്ക് ഉൾപ്പെടെ പച്ചക്കറി എത്തിക്കുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ്. இந்த பகுதியில் காய்கறி மார்க்கெட் பழ மார்க்கெட் வந்ததுன்னா பக்கத்திலே குப்பை கிடங்கு இருக்குங்க. சுகாதார கேடு இருக்குது. ஏற்கனவே குப்பை கிடங்குனால பல பிரச்சனைகள் மக்கள் சந்திச்சுட்டு வராங்க. காற்று மாசுபடுது, தண்ணி மாசுபடுது, தண்ணிலாம் மஞ்சள் கலரில் மாறி ரொம்ப மக்கள்லாம் நோய்வாய்ப்பட்டு இங்கே காய்கறி மார்க்கெட் வந்தால் மேலும் மக்களுக்கு பாதிப்பு தான் ஏற்படுங்க. அது மட்டும் இல்லை, இந்த காய்கறி மார்க்கெட்டு கேரளாக்கும் போது அங்கேயும் இந்த காய்கறி மார்க்கெட்டு இங்கே குப்பை கிடங்கு பக்கத்தில் இருக்கிறனால அந்த காய்கறிகள் அங்கே போனால் அதுவும் வந்து மக்களுக்கு பாதிப்பு தான் உண்டு பண்ணுங்க. സേലം കൊച്ചി ബൈപ്പാസ്, പൊള്ളാച്ചി കോയമ്പത്തൂർ റോഡ്, തിരുനെൽവേലി തൂത്തുക്കുടി മധുര കന്യാകുമാരി പാത, കരൂർ തിരുച്ചി പാത, സേലം ചെന്നൈ ബാംഗ്ലൂർ പാത തുടങ്ങിയവയുടെയെല്ലാം അടുത്തുള്ള പ്രദേശമായതിനാൽ ADMK സർക്കാർ പ്രഖ്യാപിച്ച കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് തന്നെയാണ് തങ്ങൾക്ക് വേണ്ടതെന്നും പ്രദേശവാസികൾ പറയുന്നു. பக்கத்திலே பார்த்திங்கோங்க, உங்களுக்கு வந்து LND பைபாஸ் புறவழி வெளியூர்களுக்கு போக வேண்டிய பேருந்துகள்லாம் பக்கத்திலே சாலைகள்லாம் பக்கத்திலே இருக்குதுங்க. இப்போ வந்து உங்களுக்கு பொள்ளாச்சி போகிறதுக்கு, கேரளா போகிறதுக்கு, அது மட்டும் இல்லை திருச்சி சென்னை, அது பார்த்திங்கன்னா சேலம் வழியாக போகிற வண்டிகள் எல்லாமே இந்த பைபாஸ் மூலமாக, இந்த பேருந்து பேருந்து நிலையம் மூலமாக வந்து மக்களுக்கு வந்து பயனாக வந்து ஒரு போக்குவரத்து இடையூறு இல்லாமல் மக்களுக்கு பயனாக இருக்குங்க. அதனால் இந்த பேருந்து நிலையத்தை மக்கள் பயன்பாட்டுக்கு கொண்டு வரணுங்க. இந்த கோரிக்கையை வந்து நாங்கள் வந்து தமிழக அரசுக்கு வந்து கொண்டு வந்து வைக்கிறோங்க. இது எங்களுடைய இந்த பகுதி மக்களுடைய ஆசைங்க, இந்த கோரிக்கைங்க. இது வந்து தமிழக அரசு காது கொடுத்து கேட்டு இங்கே வந்து மறுபடியும் வெள்ளலூர் பேருந்து நிலையத்தை കെട്ടുമാന പണികളെല്ലാം മുടിക്കപ്പെട്ട് മക്കൾ பயன்பாட்டுக்கு കൊണ്ടുവരണമെന്ന് കോരിക്കை വെച്ചുകൊറങ്ങ. എന്നാൽ ജനങ്ങളുടെ എതിർപ്പ് കണ്ടില്ലെന്നടിച്ച് പച്ചക്കറി മാർക്കറ്റ് പ്രദേശത്തേക്ക് മാറ്റാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് DMK സർക്കാർ. ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 1-2 കോടിയല്ല, 50 കോടി രൂപയുടെ കെട്ടിടമാണ് എനിക്ക് പുറകിൽ നോക്കുകുത്തിയായി നിൽക്കുന്നത്. കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, കോയമ്പത്തൂർ.